മധ്യപൂർവേഷ്യൻ യുദ്ധകളത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ച് ഇറാനും സഖ്യകക്ഷികളും. ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ സൗദിയിലെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ആഗോള എണ്ണ വിപണിയെ പിടിച്ചുലച്ചപ്പോൾ കാസ്പിയൻ കടലിലെ ഇറാൻ കപ്പൽ തകർത്ത് ഉക്രൈൻ അപ്രതീക്ഷിതമായി യുദ്ധത്തിലേക്ക് ചാടി വീണിരിക്കുക. ഇതിനിടയിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ തീർന്ന് പ്രതിരോധത്തിലായ ട്രംപും നെതന്യാഹുവും അടിയന്തര കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുമ്പോൾ യുദ്ധം മൂന്നാം ലോക യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കി. സൗദി അറേബ്യയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും അവിടെ നിന്ന് പുക ഉയർന്നു വരികയും ചെയ്യുന്നത് മധ്യപൂർവേഷ്യൻ മേഖലയിലെ സംഘർഷം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ ഗുരുതരമായ സൂചനയാണ് നൽകുന്നത്. ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള എണ്ണക്ഷാമത്തിന് വഴിതെളിക്കുന്ന ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതരാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. മറുവശത്ത് തുടർച്ചയായ 13 ദിവസത്തെ ശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാന് നേരെ നടത്തി വന്നിരുന്ന വ്യോമ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്ക പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. എങ്കിലും ഇറാനെതിരെയുള്ള ഉപരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എണ്ണക്കപ്പലുകൾ അമേരിക്കൻ സൈന്യം തടഞ്ഞു നിർത്തി പിടിച്ചെടുക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് തുടർന്നു വരികയാണ്. ഈ യുദ്ധ സാഹചര്യം എണ്ണ ഇറക്കുമതിയിലെ തടസ്സങ്ങളൊക്കെ കാരണം ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നിരിക്കുന്നു. ഇതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രമല്ല, അങ്ങ് ഓസ്ട്രേലിയയിലെ പെട്രോൾ പമ്പിൽ പോലും പ്രകടമാണ്. വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ 21% വർധനവ് രേഖപ്പെടുത്തിയതോടെ അവിടെ പെട്രോൾ വില ലിറ്ററിന് ശരാശരി $1.89 ഉയർന്നു. തികച്ചും അനിശ്ചിതത്വവും ആശങ്കയും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. എങ്കിലും ഇന്ധന വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഓസ്ട്രേലിയൻ ഭരണാധികാരികൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ലഭ്യമായതിനേക്കാൾ കൂടുതൽ ഇന്ധന ശേഖരം നിലവിൽ ഓസ്ട്രേലിയയിൽ ഉണ്ടെന്നും അവർ പറയുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ ഒരു വിഷയമുണ്ടായപ്പോൾ അത് ലോകത്തെ മുഴുവൻ അത് ബാധിക്കുന്നു. ഇറാനെ ഒന്ന് തൊട്ടപ്പോ അതിന്റെ തിക്തഫലം മറ്റെല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് അനുഭവിക്കുന്നു. അതിന് വല്ലാത്തൊരവസ്ഥ. ഒരു കള്ളനും ഒരു ഭീകരവാദിയും കൂടെ ഒരുമിച്ച് പിടിച്ചപ്പോ ഈ ലോകത്തിന് സംഭവിച്ചിട്ടുള്ള അപജയമാണിത്. ഇതിനിടെ റഷ്യ ഉക്രൈൻ യുദ്ധം മധ്യപൂർവേഷ്യൻ വിഷയങ്ങളിലേക്ക് പടരുന്നതിന്റെ തെളിവുകൾ പുറത്തു വരിക. കാസ്പിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇറാനിയൻ കപ്പലിന് നേരെ ഉക്രൈൻ സൈന്യം ആക്രമണം നടത്തിയതായിട്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത് മറ്റ് വൻശക്തി രാജ്യങ്ങളെയും ഈ പ്രാദേശിക സംഘർഷത്തിലേക്ക് നേരിട്ട് വലിച്ചഴിച്ചേക്കാം എന്നൊരു വല്ലാത്തൊരു ആശങ്ക സത്യത്തിലുണ്ട്. അതേസമയം ഇറാന് നേരെ സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കാനും സൈനിക നീക്കങ്ങൾ വികസിപ്പിക്കാനുമുള്ള പദ്ധതികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ട്രംപാണ് മറുഭാഗത്ത് എന്നതുകൊണ്ട് അത് വിശ്വസിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് വാർത്തയ്ക്കിപ്പുറം നമ്മൾ ലോകത്തുള്ളവർ വായിക്കേണ്ടത്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സഖ്യരാഷ്ട്രങ്ങളെയും ഒക്കെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം, അതായത് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അമേരിക്കയുടെ പക്കൽ ഇല്ല. അത് കുറഞ്ഞ് ഇപ്പൊ ഇല്ല. ഇനി ഉത്പാദിപ്പിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോഴേക്കും അമേരിക്കയുടെ കാര്യം ഇറാൻ ഒരുപക്ഷെ തീരുമാനമാക്കും. ഈ ഇങ്ങനെയുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ഒരു ശേഖരം തീർന്നു പോയതാണ് അമേരിക്കയെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം US ഭരണകൂടത്തില് വലിയ ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും അമേരിക്കക്കെതിരെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള മുതലില്ല അവരുടെ കയ്യിലെ. വരുന്ന ദിവസങ്ങളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്താനിരിക്കുന്ന നിർണായകമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ ആയുധങ്ങളുടെ ലഭ്യത കുറവ് പ്രധാന ചർച്ച വിഷയമാകും എന്നാണ് വാർത്ത വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഇറാനെ പൂട്ടാമെന്ന് കരുതി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂടെ കൂട്ടുപിടിച്ച് തോളത്തെ കൈയിട്ട് ഇറാനിലേക്ക് വണ്ടി കയറിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു ഓലപ്പടക്കം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലാക്കാൻ. Different angles. Don't forget to subscribe and support this channel.